തിരഞ്ഞെടുപ്പിന്റെ വിധിയറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 3 പ്രധാനപ്പെട്ട എക്സ് ഫാക്ടറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലൊന്ന് മൈനോറിറ്റി വോട്ടുകളുടെ ഏകീകരണം, അതെങ്ങനെ സാധ്യമാകും, അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത്. 2, BJP വോട്ടുകൾ അടിയൊഴുക്ക് നിശ്ചയിക്കുമോ എന്നുള്ളത്. മൂന്നാമത്തത്, ഈ തെരഞ്ഞെടുപ്പിൽ CPM നിന്ന് വിട്ടുപോയ 5 പ്രധാനപ്പെട്ട വിമതർ അവരവരുടേതായ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം എത്രയായിരിക്കും, അതാണ് മൂന്നാമത്തെ എക്സ് ഫാക്ടർ. അപ്പോൾ BJPയിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്തിയാൽ നിലവിൽ ചില മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ചില മണ്ഡലങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചിരിക്കുന്നത് നിലവിൽ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ BJP വിജയിച്ചു കയറുമെന്ന് എക്സിറ്റ് പോളുകളും BJPയും കണക്ക് കൂട്ടുന്ന മണ്ഡലങ്ങളാണ്. ഇത് റിപ്പോർട്ടറിന്റെ അനാലിസിസ് അല്ല, ഇത് എക്സിറ്റ് പോളുകളുടെയും BJP കണക്ക് കൂട്ടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, തിരുവല്ല, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂര്, പാല, പൂഞ്ഞാർ, മണലൂർ. ഇത്രയും മണ്ഡലങ്ങൾ BJP കരുതുന്നത് തങ്ങൾ വിജയിച്ചു വരും എന്നുള്ളതാണ്. 12ഓളം മണ്ഡലങ്ങൾ. ഇതിൽ സ്മൃതി ഏതു മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്? ഇത്രയും മണ്ഡലങ്ങൾ BJP കണക്ക് കൂട്ടുന്നതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചിലത് 12 മണ്ഡലങ്ങൾ 14 മണ്ഡലങ്ങൾ വരെ വിജയിച്ചു കയറാമെന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ റിയലിസ്റ്റിക്കായി നമ്മൾ ചിന്തിച്ചാൽ ഇതിൽ ഏതു മണ്ഡലത്തിലാണ് BJPക്ക് ഏറ്റവും സാധ്യത കൂടുതൽ? ഞാനത് നേമത്തെയാണ് കാണുന്നത്. നേമത്ത് എന്ത് സംഭവിക്കുമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനൊരു സാധ്യതയായി അവിടെ നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ 2025 ഡിസംബറിൽ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മണ്ഡലമാണ്. നേമത്തെ സാഹചര്യം നോക്കുക, അവിടെ കോർപ്പറേഷനിലെ 27 വാർഡുകളിൽ 19 BJPക്കൊപ്പമാണ് എന്നുള്ളതാണ് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഭൂരിഭാഗം വാർഡുകളിലും BJPക്ക് മേൽക്കൈയുണ്ട്. അത് മാത്രമല്ല 2024 ലോക്സഭയിൽ നേമത്ത് BJPക്ക് 22,126 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. തദ്ദേശത്തിൽ അത് BJPക്ക് 7,913 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. രാജഗോപാൽ ജയിച്ച സമയത്ത് അവിടെ 2016 8,677 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചത് എന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ 2006 UDF സ്ഥാനാർത്ഥി അവിടെ ശക്തനായിരുന്നു. അന്ന് അദ്ദേഹം നേടിയത് 60,884 വോട്ടായിരുന്നു. 2011 മണ്ഡല പുനർനിർണയം ശേഷം അത് BJPക്ക് അനുകൂലമായ മണ്ഡലമായി മാറുന്നു എന്നുള്ളതാണ്. അവിടെ UDFിന്റെ വോട്ട് 20,248 കുറയുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ 2021 K മുരളീധരനാണ് ശിവൻകുട്ടിയെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ്. ശിവൻകുട്ടിക്ക് എങ്ങനെയാണ് അത് സഹായകമായത്? 36,524 വോട്ട് K മുരളീധരൻ നേടുമ്പോൾ ശിവൻകുട്ടിയുടെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇത്തവണ അത് ശബരിനാഥാണ് എത്തുന്നത് എന്നുള്ള സാഹചര്യം അവിടെയുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്റലിജന്റ് ഡാഷ്ബോർഡിലേക്ക് എത്തുകയാണെങ്കിൽ നേമം മണ്ഡലത്തിലെ ആ വോട്ടിന്റെ ട്രജക്ടറി വളരെ രസകരമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. നേമം മണ്ഡലം നമ്മളൊന്ന് എടുത്തു നോക്കുന്നു. നേമം മണ്ഡലത്തിൽ പ്രേക്ഷകർക്ക് കാണാം NDയുടെ വോട്ട് നിൽക്കുന്നത് നോക്കൂ. 2014 മുകളിലാണ്. അവിടെ 27% മാത്രമാണ് LDFിനും UDFിനും ഉള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2016 ആകുമ്പോഴേക്കും എത്ര താഴ്ന്നിരിക്കുന്നു എന്ന് നോക്കൂ. കോൺഗ്രസ് ഇവിടെയാണ്, ചാരുപാറ രവിയാണ് എന്ന് തോന്നുന്നു. അവിടെ കോൺഗ്രസിൽ നിന്ന് ചാരുപാറ രവി മത്സരിക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം കുറയുന്നത് കാണാം. പിന്നീട് ഇവിടെ 45% അടുത്ത് വോട്ടാണ് 2016 നേടുന്നത് രാജഗോപാൽ മത്സരിക്കുമ്പോൾ. 2019 ഏകദേശം 2019 NDA 41.4%. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നേടുന്നത് 47%. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുന്നത് 42.7%. ഇത് 2021 ആകുമ്പോഴേക്കും മാറുന്നത് കാണാം. ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഡിപ്പ് സംഭവിച്ചിട്ടുള്ളൂ 2014 മുതൽ. അതായത് കഴിഞ്ഞ 12 വർഷക്കാലമായി നേമം മണ്ഡലത്തിൽ ഒരേ ഒരു ഇലക്ഷനിൽ മാത്രമാണ് NDAക്ക് കാലിടറിയിരിക്കുന്നത്. അതാകട്ടെ 2021 2021 കണക്ക് പ്രകാരം 35% താഴ്ത്തി. എവിടെ നിന്ന്? 41% നിന്ന് LDF 38% ഉയരുന്നതും പ്രേക്ഷകർക്ക് കാണാം. എന്നാൽ നോക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ആകുമ്പോഴേക്കും ഒന്നാം സ്ഥാനത്തെത്തി LDF നേരെ താഴേക്ക് പോകുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. 38% ഉണ്ടായിരുന്ന LDF അവിടെ 24% ചുരുങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ NDAക്ക് നൽകുന്ന കോൺഫിഡൻസ്. എനിക്കൊന്ന് PSL സ്മൃതി വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ട്രജക്ടറി നമുക്ക് ഒരൊറ്റ മണ്ഡലത്തിലേ കാണാൻ പറ്റും. അതായത് 2014 മുതൽ ഒരിടത്തും ഈ UDFുമായിട്ടോ LDFിന്റെ ലൈനുമായിട്ടോ ക്രോസ് ചെയ്യുന്നില്ല. ആകെ ഒരേ ഒരിടത്തെ മാത്രമേ ക്രോസ് ചെയ്യുന്നുള്ളൂ. അത് 2021 അസാധാരണ സാഹചര്യമാണ്. അവിടെ K മുരളീധരൻ മത്സരിക്കാൻ വരുന്നു. ഇത്തവണ ശബരിനാഥൻ മത്സരിക്കാൻ വരുന്നു. ബാക്കിയെല്ലാം ഉയർന്നു നിൽക്കുന്ന മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ നേമം മണ്ഡലം ഒരു BJP NDA കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 12 വർഷമായി ഒരിക്കൽ മാത്രം NDAക്ക് കാലിടറി കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ.
അതുകൊണ്ട് തന്നെ ഇക്കുറി NDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമ്പോൾ 22,000 വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് നിയമം ലീഡ് കൊടുത്തത്. ഉറപ്പായും BJPക്ക് വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി ഉറപ്പുള്ളൊരു മണ്ഡലമാണ് നിലവിൽ തന്നെ. അതായത് ഫലം വരുന്നതിന് മുൻപേ തന്നെ BJP അത്രയ്ക്ക് ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. നേമം എന്ന് പറയുന്ന മണ്ഡലം ആണ് BJP വിജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത് നേമം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ BJP വോട്ട് മറിയാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് BJP വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അതിപ്പോൾ നേമമുണ്ട്, കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്. വട്ടിയൂർക്കാവിൽ പ്രത്യേക സാഹചര്യമാണ് ഇത്തവണ. അതുപോലെ മഞ്ചേശ്വരം, അതുപോലെ ചാത്തന്നൂർ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ചാത്തന്നൂർ ഇത്തവണ എന്ത് സംഭവിക്കും എന്നതിൽ എനിക്ക് വലിയ കൗതുകമുണ്ട്. BJP ഒരുപക്ഷെ വലിയ വിജയപ്രതീക്ഷ വെക്കുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരുപക്ഷെ ഒരു അട്ടിമറി സാധ്യത BJP കണക്കാക്കുന്നുമുണ്ട്. ഏതായാലും ഇത്തവണ BJP എടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നേമത്ത് ഇതിനകം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ലോക്സഭയിലേക്ക് വിജയിപ്പിച്ച ജനങ്ങളാണ് നേമത്തുള്ളത്. അവിടെ ശബരിനാഥൻ എത്ര നായർ വോട്ട് പിടിക്കുന്നു, അത് എത്ര വോട്ട് പിടിക്കുന്നു എന്നൊരു ഫാക്ടർ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ സാധാരണയൊക്കെ തന്നെ നമ്മൾ പറയുമല്ലോ, വിജയ സാധ്യത BJPക്ക് അനുകൂലമാവുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി LDF UDF വോട്ടുകൾ പരസ്പരം മറിയാനുള്ള ഒരു സാധ്യത, ആ സാധ്യത പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേമത്ത് കാണില്ല എന്നതാണ്.